വി അൻവർ കൂടി ടെലിഫോണിൽ വെച്ചിട്ടുണ്ട്. ശ്രീ പി വി അൻവർ, ഈ വനയോര മേഖലയിലെ വന്യജീവി ആക്രമണങ്ങളും തുടർന്നുള്ള കാട്ടാന ആക്രമണവും അതെല്ലാം ഇന്നിപ്പോൾ നിയമസഭയിൽ എത്തുന്നുണ്ട്. അതിലൊരു കൃത്യമായൊരു ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വനം മന്ത്രിയുടെ ഒരു മറുപടി അത് തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? വനമന്ത്രി എന്താ മറുപടി പറയാനാണ്? കേരളത്തിൽ ഇങ്ങനെ മനുഷ്യരെ കൊണ്ടേയിരിക്കല്ലേ. ഈ മാസം ജനുവരിയിൽ മാത്രം 9 പേരെയാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇന്നലെ രാത്രി വന്ന് ആളുകൾ ഉപയോഗിക്കുന്ന നിറയെ വീടുകളുള്ള ഒരു കോമ്പൗണ്ടിനകത്ത് ഒന്ന് കിണറുകൾ ചാടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഇഷ്യൂവിലാണുള്ളത്. ഇത് കേരളം മുഴുവൻ ഒരു തുറന്ന എന്താ പറയാ വന്യമൃഗശാലയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണല്ലോ ഗവൺമെന്റ് മന്ത്രിയൊക്കെ എടുക്കുന്നത്. ജനങ്ങൾ എങ്ങനെ ജീവിക്കും എന്നറിയാത്ത അവസ്ഥയിലാണ് ഈ പശ്ചിമഘട്ടത്തിലെ മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങൾ. ഇത് ഒരു നാട്ടിലും ഇല്ലാത്തൊരു ദുരന്തത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോവുകയാണ്. അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ആളെ ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ കേന്ദ്രവും 5 സംസ്ഥാനമാണ്. അപ്പൊ ആ ആദ്യത്തെ കേന്ദ്രം കൊടുത്ത പൈസയുടെ ചെക്ക് കൊടുക്കും, മറ്റേ 5 പലർക്കും കിട്ടിയിട്ടില്ല എപ്പോഴും. ഈ രീതിയിൽ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട്, മനുഷ്യന്റെ ജീവിതം വഴിമുട്ടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റും ഒരു മന്ത്രിയും ഒരു ഡിപ്പാർട്ട്മെന്റുമായി തീർത്തും ജനവിരുദ്ധമായ നിലപാടുമായിട്ടാണ് ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പോകുന്നത്. അതുതന്നെയാണ് ഇത്തരത്തിൽ ഈ ആക്രമണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞൊരു നഷ്ടപരിഹാരം നൽകുന്നത് കൊണ്ട് മാത്രമായില്ലല്ലോ കാര്യങ്ങൾ. ഇതിലൊരു ശാശ്വതമായ പരിഹാരം ഇനിയെങ്കിലും വേണ്ടേ? ശാശ്വതമായ പരിഹാരത്തിന് ഇവരുടെ എണ്ണം നിയന്ത്രിക്കണം. ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഡെവലപ്ഡ് കൺട്രീസിൽ ഉൾപ്പെടെ അമേരിക്കയായാലും കാനഡയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഉള്ള രാജ്യം, ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, അവിടെയൊക്കെ ഇതിന് നിയന്ത്രണമുണ്ട്. എണ്ണത്തിലധികമാവുന്നതിന് കൊന്നുകളയുന്നുണ്ട്. ആ ഒരു സ്ഥിതി ഇവിടെ ഇല്ല. 1972 ഈ മൃഗസംരക്ഷണ നിയമം കേന്ദ്രം കൊണ്ടുവരുന്നത്. 55 കൊല്ലത്തിന് ശേഷം ഈ ഇന്ന് വരെ ആ നിയമം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. ഈ മൃഗങ്ങളുടെ കണക്കെടുത്തിട്ടില്ല. എന്തുമാത്രം പ്രയാസങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ധാരണ ഗവൺമെന്റിനില്ല. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല. എങ്ങനെ ഇതിന്റെ ബർത്ത് കൺട്രോൾ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് ഒരു പഠനവുമില്ല. ജനങ്ങൾ സഹിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഉള്ളത്. മറ്റൊരു കാര്യമുള്ള ഈ വിഷയം ഇപ്പോൾ നിയമസഭയിൽ എത്തുമ്പോൾ ഇന്നും നമ്മൾ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുകയാണ്. അവിടെ മലപ്പുറത്ത് ഉറങ്ങാട്ടിയിൽ ഞാൻ മനസ്സിലാക്കുന്ന താങ്കൾ അവിടെ ഉണ്ട് എന്നാണ്. അവിടെ ഇപ്പോൾ നാട്ടുകാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കാട്ടാനെ പുറത്തെടുത്താലും കാട്ടിലേക്ക് വിടാൻ സമ്മതിക്കില്ല. കാരണം അത്തരത്തിൽ കുറച്ച് ദിവസങ്ങളായി തന്നെ ആളുകൾക്ക് ഭീഷണിയായി തന്നെ ഈ കാട്ടാന എത്തുന്നുണ്ട്. അത് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നൊരു ആവശ്യത്തിൽ തന്നെയല്ലേ നാട്ടുകാരുള്ളത്? അല്ല, നാട്ടുകാർ മാത്രമല്ല, ഞാനും ഈ നാട്ടുകാരനാണ്. എന്റെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ സംഭവം. ഈ ആന എന്ന് പറയുന്നത് കാട്ടിലൊരിക്കലും കണ്ടിട്ടില്ല ആളുകൾ, നാട്ടിൽ തന്നെയാണ്. അപ്പൊ നാട്ടില് വിഹരിക്കുന്ന ആനകളിൽ പെട്ടൊരു ആനയാണ്. ഇപ്പൊ വളരെ സൗകര്യപ്രദമായ സ്ഥലത്താണ് ആന കുഴിയിൽ വീണിട്ടുള്ളത്. അതിനെ മെറ്റുവടി വെച്ച് 2 മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോകാം. ഒരു റിസ്ക്കും ഇല്ല. മെയിൻ റോഡിന്റെ വക്കത്ത് ജനവാസ കേന്ദ്രത്തില് കയറ്റിക്കൊണ്ടുപോകാനുള്ള ലോറി കിണറിന്റെ വക്ക് വരെ വരും. ഒരു മയക്കുവെടി വെച്ച് 1-2 ആനയുടെ സഹായം ഉണ്ടെങ്കിൽ 1-2 മണിക്കൂറുകൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാവുന്നുള്ളൂ, താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും. പക്ഷെ അതിന് പോലും തയ്യാറില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്താ, മനുഷ്യരെ ചവിട്ടിക്കൊന്നോട്ടെ, നിങ്ങൾ അനുഭവിച്ചോ? ഇതല്ലേ നിലപാട്? താങ്കൾ ഈ കാര്യമൊക്കെ ഇപ്പൊ അവിടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചോ? എന്താ അവര് പറയുന്നത്? ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. DFO പറയുന്നത് അത് സാധ്യമല്ല എന്നതാണ്. ജനങ്ങളിനെ ഇവിടുന്ന് കാട്ടിലേക്ക് കയറ്റിവിടാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അതിനെ പരമാവധി ഞങ്ങൾ അതിനെ എതിർക്കും. പിന്നെ ഭരണവും പോലീസും പട്ടാളവും ഒക്കെ അവരുടെ കയ്യിലല്ലേ. അങ്ങനെ ആക്രമിച്ച് മനുഷ്യനെ കൊന്ന് തീർക്കട്ടെ. പിണറായി നടക്കട്ടെ, നോക്കാം നമുക്ക്. 1 കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുമല്ലോ. ജനങ്ങൾ ഇതൊക്കെ കാണുന്നതും അനുഭവിക്കുന്നുണ്ടല്ലോ. അത് മനസ്സിലാക്കിയാൽ മതി അവര്. ശരി, വളരെ നന്ദി പി വി അൻവർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.